ഞാൻ ചികിത്സിച്ചതിൽ ഏറ്റവും സിവിയർ കേസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഫോസ്റ്റേജ് ക്യാൻസറിൻ്റെ ഒരു ഉദാഹരണം പറയാം. അതായത് ഒരു ലേഡി, അവർക്ക് ക്യാൻസർ ആദ്യമേ വന്നത് ലങ്സിലായിരുന്നു. അവർ ഇമ്മ്യൂണോതെറാപ്പിയും എല്ലാം ചെയ്ത ഒരാളാണ്. അതിനുശേഷം ഇതെല്ലാം കഴിഞ്ഞ ശേഷം ഇവർക്ക് മെറ്റസൈസ് വന്നു ബ്രെയിനിലേക്ക്. അപ്പോൾ എൻ്റെ അടുത്ത് വരുന്ന ബ്രെയിനിലേക്ക് മെറ്റസൈസ് വന്നതിന് ശേഷമാണ് എൻ്റെ അടുത്ത് വന്നത്. അപ്പോൾ ഞാൻ നോക്കാൻ നേരത്തെ 1 മാസം മെഡിസിൻസ് കഴിച്ചപ്പോൾ ഈ മെറ്റസൈസിന് ബ്രെയിൻ ട്യൂമർ 3.5 സെൻറ്റിമീറ്റർ ഉണ്ടായിരുന്നു. അത് ചുരുങ്ങി, അതൊരു ചെറുതായിട്ടും ചുരുങ്ങി. അപ്പോൾ അവർക്ക് ഭയങ്കര പോസിറ്റീവായി. പക്ഷേ എനിക്കൊരു സംശയം, ആദ്യം വന്നത് ലങ്സിലല്ലേ. അപ്പോൾ ഞാൻ ചെയ്യുന്നത് വെച്ചാൽ ഒന്ന് CT എടുത്ത് നോക്കാമെന്ന് വിചാരിച്ചു. CTയിൽ ഞാൻ നോക്കുന്നത് 12 സെൻറ്റിമീറ്ററിൻ്റെ മുഴയിരിക്കുകയാണ്. അപ്പോൾ അത്ഭുതങ്ങൾ നമുക്ക് ചെയ്യാൻ പറ്റത്തില്ല. അപ്പോൾ ഞാൻ പറഞ്ഞു വെച്ചാൽ നമുക്കൊന്ന് മെഡിസിൻ കഴിച്ചു നോക്കാം എന്ന് പറഞ്ഞു. അപ്പോൾ 1.5 മാസം കഴിഞ്ഞപ്പോൾ ഈ 12 സെൻറ്റിമീറ്ററിൻ്റെ എഡ്ജുകളെല്ലാം ഒന്ന് ചെറുതായിട്ട് ചുരുങ്ങാൻ തുടങ്ങി അങ്ങോട്ടേക്ക്. അപ്പോൾ ഞാൻ പറഞ്ഞത് നമുക്ക് ഈ ഫോസ്റ്റേജ് ക്യാൻസറിൽ ചെയ്യാൻ പറ്റുന്നത് ഒരു ബുദ്ധിമുട്ടില്ലാത്ത രീതിയിൽ എത്രയും കാലം മുമ്പോട്ട് കൊണ്ടുപോകാൻ പറ്റുമെന്ന് നോക്കാം. അവർ 2024 വന്നു, ഇപ്പോൾ 26 24, 25, 26 3 വർഷമായി. ഈ 3 വർഷമായിട്ടും അവരിപ്പോഴും വരുന്നുണ്ട്, റെഗുലറായിട്ട് വരുന്നുണ്ട്. അവർക്ക് ഈ ട്യൂമർ ലങ്സിലുള്ളത് സ്റ്റേബിളായിട്ട് നിൽക്കുക, അതിനപ്പുറത്തേക്ക് പ്ലൂറൽ എഫ്യൂഷനോ വേറൊരു കോംപ്ലിക്കേഷനോട്ട് പോയിട്ടില്ല. ലങ്സിനകത്ത് ബ്രെയിനിലെത്തതും സ്റ്റേബിളായി ചുരുങ്ങിയൊരു ചെറിയ മുഴയായിട്ട് അവിടെ നിൽപ്പുണ്ട് ഇപ്പോഴും. പക്ഷേ അവർക്ക് ഒരു കുഴപ്പമില്ലാതെ ഈ 3 വർഷമായിട്ട് 2 പിള്ളേരുണ്ട്. അവരൊരു അധ്യാപികയാണ്, ഒരു വർക്കലയിലെന്നാണ് സ്ഥലം. അപ്പോൾ ഇതുവരെയായിട്ടും ഒരു കുഴപ്പമില്ലാതെ അവർക്ക് ജീവിതം മുമ്പോട്ട് കൊണ്ടുപോകാൻ പറ്റും. അവരതിൽ ഭയങ്കര ഹാപ്പിയാണ്. ഫോസ്റ്റേജ് ക്യാൻസറിൽ ഒരു പാലിയേറ്റീവ് ഇല്ലാതെ, ഒരു പ്രശ്നവുമില്ലാതെ ഒരു 3 വർഷം അവരുടെ ജീവിതത്തിൽ എക്സ്ട്രാ കിട്ടുകയാണ്. അവരത് വളരെയധികം സന്തോഷമാണ്.